തമിഴ്നാട്ടിലെ കൂടംകുളത്തു നിന്നുള്ള ആണവ വൈദ്യുതി നമുക്ക് വേണം. പക്ഷേ കേരളത്തിൽ ആണവ നിലയം പാടില്ല. എന്തുകൊണ്ട് നമ്മൾ കാസർകോട്ടെ ചീമേനി പദ്ധതിയെ പേടിച്ചോടി? കേരളം ഇരുട്ടിലേക്ക് പോവുകയാണോ? ഈ ചോദ്യം ഇപ്പോൾ വെറും ഒരു ആശങ്കയല്ല, നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. സ്വിച്ചിട്ടാൽ ബൾബ് കത്തണം, ഫാൻ കറങ്ങണം, AC വർക്ക് ചെയ്യണം. നമുക്കിതൊക്കെ ശീലമാണ്. എന്നാൽ ഈ ശീലങ്ങൾ അധികകാലം മുന്നോട്ട് പോകില്ലെന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. വേനൽ കടുക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ആകാശത്തേക്കാണ്. മഴ പെയ്യുമോ? ഡാമുകളിൽ വെള്ളം നിറയുമോ? KSEBയുടെ നിലനിൽപ്പ് തന്നെ ഈ മഴയിലാണ്. കാലാവസ്ഥാ മാറ്റം മഴയെ മാത്രം ആശ്രയിക്കാനാവില്ലെന്ന തിരിച്ചറിവ് തന്നു. വെള്ളത്തെ മാത്രം ആശ്രയിച്ച് എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാനാകും? ഡാമുകളിൽ വെള്ളം കുറയുമ്പോൾ കോടിക്കണക്കിന് രൂപ കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നു. എന്നാൽ അതിനൊരു പരിധിയില്ലേ? ഇവിടെയാണ് പുതിയൊരു ചർച്ചയ്ക്ക് വഴി തുറക്കുന്നത്. വലിയ പദ്ധതികളില്ലാതെ കേരളത്തിന് ഇനി രക്ഷയില്ലെന്ന തിരിച്ചറിവ്. അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉപേക്ഷിച്ച അല്ലെങ്കിൽ പേടിച്ച് മാറ്റിവെച്ച ഒരു പദ്ധതി വീണ്ടും ചർച്ചകളിലേക്ക് വരുന്നത്. ചീമേനി ആണവോർജ പദ്ധതി. കാസർഗോഡിൻ്റെ മണ്ണിൽ ഒരു ആണവ നിലയം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും നെറ്റി ചുളിയാം, പേടി തോന്നാം. എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം? കാരണം ലളിതമാണ്. നമ്മുടെ വൈദ്യുതി ഉപഭോഗം റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ്. എന്നാൽ നമ്മൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൻ്റെ ചെറിയൊരു ശതമാനം മാത്രമാണ്. ബാക്കി മുഴുവൻ നമ്മൾ വൻ തുക നൽകി പുറത്തുനിന്ന് വാങ്ങുകയാണ്. കേരളത്തിൻ്റെ ആകെ ഉൽപ്പാദനത്തിൻ്റെ ഭൂരിഭാഗവും ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ്. അതായത് മഴ പെയ്താൽ കറണ്ടുണ്ട്, മഴ കുറഞ്ഞാൽ ലോഡ് ഷെഡിങ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം മഴ എപ്പോൾ പെയ്യുമെന്നോ പെയ്യാതിരിക്കുമെന്നോ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. വെള്ളത്തെ മാത്രം വിശ്വസിച്ചിരുന്നാൽ ഇരുട്ടിലാകും എന്നുറപ്പ്. ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിദഗ്ധർ പ്രവചിച്ചിരുന്നു. അതിൻ്റെ ഫലമായാണ് കേരളത്തിൽ ആണവ നിലയത്തിനായുള്ള അന്വേഷണം തുടങ്ങിയത്. 2 സ്ഥലങ്ങളാണ് അന്ന് പ്രധാനമായും ഉയർന്നു വന്നത്. ഒന്ന് തൃശ്ശൂരിലെ ആതിരപ്പള്ളി, 2 കാസർകോട്ടെ ചീമേനി. KSEBയുടെ പ്ലാൻ അനുസരിച്ച് ചീമേനിയിലായിരുന്നു കൂടുതൽ സാധ്യത. 440 മെഗാവാട്ട് ശേഷിയുള്ള പ്രൊജക്റ്റാണ് അന്ന് വിഭാവനം ചെയ്തത്. ഇതിനായി ചീമേനിയിൽ ഏകദേശം 150 ഏക്കറോളം സർക്കാർ ഭൂമി കണ്ടെത്തുകയും ചെയ്തു. ഒരു വലിയ അണക്കെട്ട് നിർമ്മിക്കുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ഭൂമി മാത്രം മതി ഈ പദ്ധതിക്ക് എന്നതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ പേപ്പറിൽ തയ്യാറാക്കിയ ഈ പദ്ധതിക്ക് ചീമേനിയുടെ മണ്ണിലിറങ്ങാൻ കഴിഞ്ഞില്ല. ചീമേനി പദ്ധതി എന്തുകൊണ്ട് നടപ്പിലായില്ല? ശാസ്ത്രീയമായ കാരണങ്ങളെക്കാൾ അതിന് പിന്നിൽ വലിയ ജനകീയ പ്രതിരോധവും രാഷ്ട്രീയ കാരണങ്ങളുമായിരുന്നു. ഒന്നാമത്തെ കാരണം ആണവം എന്ന വാക്കിനോടുള്ള ഭയം. ചെർണോബിൽ ദുരന്തവും പിന്നീട് ജപ്പാനിലുണ്ടായ ഫുകുഷിമ ദുരന്തവും ലോകമെമ്പാടും ആണവ നിലയങ്ങൾക്കെതിരെ വലിയ ഭീതി ഉണ്ടാക്കിയിരുന്നു. ചീമേനിയിൽ ആണവ നിലയം വന്നാൽ കാസർഗോഡും പരിസര പ്രദേശങ്ങളും തകരുമെന്ന ഭയം ജനങ്ങളിൽ ശക്തമായിരുന്നു. രണ്ടാമത്തെ കാരണം ജനകീയ സമരങ്ങൾ. പ്രാദേശികമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നത്. രാഷ്ട്രീയ പാർട്ടികളും പരിസ്ഥിതി സംഘടനകളും ഈ സമരത്തിനൊപ്പം നിന്നു. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ അന്നത്തെ അധികാരികൾക്ക് കഴിഞ്ഞതുമില്ല. മൂന്നാമത്തെ വലിയ ആശങ്ക ആണവ അവശിഷ്ടങ്ങളുടെ സംസ്കരണമായിരുന്നു. ജനസാന്ദ്രത കൂടിയ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ആണവ അവശിഷ്ടങ്ങൾ എവിടെ നിക്ഷേപിക്കും എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ പദ്ധതിയെ അനുകൂലിച്ചവർക്ക് കഴിഞ്ഞില്ല. കൂടാതെ നിലയത്തിന് ആവശ്യമായ വെള്ളം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന ചോദ്യം ഉയർന്നു. നാലാമതായി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമാണ്. വികസന പദ്ധതികൾക്ക് നേരെ ഉണ്ടാകുന്ന ശക്തമായ രാഷ്ട്രീയ എതിർപ്പുകൾ ചീമേനി പദ്ധതിയെയും ബാധിച്ചു. വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ജനങ്ങളുടെ ഭയവും ഒത്തുചേർന്നപ്പോൾ സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയി. അങ്ങനെ 150 ഏക്കർ ഭൂമിയിൽ വരാനിരുന്ന 440 മെഗാവാട്ടിൻ്റെ ആ സ്വപ്നം ഫയലുകളിൽ ഒതുങ്ങി. ചീമേനിയിൽ പിന്നീട് താപനിലയത്തെക്കുറിച്ചും സോളാർ പാർക്കിനെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ നടന്നെങ്കിലും ആണവ നിലയം എന്ന ആശയം പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കൂടംകുളം ആണവ നിലയം വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് കേരളവും വൈദ്യുതി വാങ്ങുന്നുണ്ട്. അവിടെയൊന്നും വലിയ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടില്ല. ഇന്നത്തെ ആണവ നിലയങ്ങൾ 3G 4G തലമുറയിൽപ്പെട്ടവയാണ്. അതായത് മനുഷ്യ സഹജമായ തെറ്റുകൾ ഉണ്ടായാൽ പോലും സ്വയം പ്രവർത്തനം നിർത്തുന്ന പാസീവ് സേഫ്റ്റി സിസ്റ്റംസ് ആണ് ഇന്നുള്ളത്. ഫുകുഷിമയിലോ ചെർണോബിലിലോ ഉണ്ടായതുപോലെയുള്ള അപകടങ്ങൾ ഇന്നത്തെ ആധുനിക നിലയങ്ങളിൽ അസാധ്യമാണ്. ചീമേനി ആണവ പദ്ധതി വീണ്ടും ചർച്ചകളിൽ വരുമ്പോൾ മുൻവിധികളോടെ അതിനെ തള്ളിക്കളയരുത്. പഴയ ഭയപ്പാടുകൾക്ക് അപ്പുറം ശാസ്ത്രീയമായ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകണം.